അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഒരു ചോദ്യം വന്നു. മാഹുവ ഉൻവാനു സആദത്തിൽ അബ്ദി, ഒരു അടിമ വിജയിക്കണമെങ്കിൽ വളരെ പ്രധാനമേറിയത് എന്താണ് ആവശ്യം? ബഹുമാനപ്പെട്ടവർ വളരെ ചുരുങ്ങിയിട്ട് ഒരു 3 കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാലേ ഒരാൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ അവൻ ഏകദേശം വിജയിച്ച് എന്നവനെ കുറിച്ച് പറയാം. അല്ലവ്വലു ഇദാ അൻഅമല്ലാഹു അലൈഹി ശക്കറ. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് അവനിക്ക് ഒരു നിഅമത്ത് ചെയ്തതിൻ്റെ പേരിൽ അവനെന്നും ശുക്ർ ചെയ്യുന്നവനായിരിക്കണം. പലപ്പോഴും നമുക്ക് ഇല്ലാതെ ആയിപ്പോയത് ഇത് തന്നെയാണ്. ശുക്ർ എന്നുള്ളത്, നന്ദി എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ പലപ്പോഴും അള്ളാഹു നൽകാത്തതിനെ ചിന്തിച്ചുകൊണ്ട് അത് നൽകിയില്ല, ഇത് നൽകിയില്ല, അവനിക്ക് അള്ളാഹു അത് കൊടുത്തിട്ടുണ്ട്, ഇവനിക്ക് അള്ളാഹു ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിച്ച് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത് മറന്നു പോവുകയാണ്. ഇബ്ലീസ് നമ്മളങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. എനിക്കൊന്നും നൽകിയിട്ടില്ല എന്നുള്ള ചിന്തകൾ ഇബ്ലീസ് നമ്മളെ കൽബിലേക്ക് നൽകുകയാണ്. ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, എത്രയോ നിഅമത്തുകൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ചില ആൾക്കാർക്ക് നൽകാത്തതൊക്കെ പലതും നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. പലതും ഓരോ വിഷയം നൽകുന്നവൻ അള്ളാഹു ആണല്ലോ. അപ്പോൾ ഒന്നിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ നിഅമത്തുകൾ അവൻ ദിനേന നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിന് ശുക്ർ ചെയ്യുന്നവനാകണം. അങ്ങനെ നിഅമത്ത് ചെയ്തതെനിക്ക് നന്ദിയുണ്ടെങ്കിൽ അവനതിന് പകരമായി വീണ്ടും നിയമത്തുകൾ നൽകുകയാണ്. ഒരു നിയമത്ത് അല്ലാഹു ധാരാളം നൽകുന്നു, അതിന് യാതൊരു ശുക്രോ നന്ദിയോ ഇല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പിന്നീട് നിഅമത്തുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടുള്ള നിഅമത്തുകൾ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല. ശുക്റുള്ളവർക്ക് മാത്രമേ അല്ലാഹുവിൻ്റെ പിന്നീട് തുടർച്ചയായ നിഅമത്തുകൾ ഉണ്ടാവുകയുള്ളൂ, അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് റഹ്മത്തുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരാൾ വിജയിക്കണമെങ്കിൽ അവന് ആദ്യമായി ഉണ്ടാകേണ്ടത് അല്ലാഹു നൽകുന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള ആ നല്ല മനസ്സ്, ആ നല്ല ഖൽബ്, ആ നല്ല ഈമാൻ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒന്നാമതായി ചിന്തിക്കേണ്ടത്. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇത് ഉബ്തുലിയ സ്വബറ എന്ന് പറയുമ്പോൾ ഏതൊരു സമയത്ത്, എല്ലാ സമയത്തും ഇങ്ങനെ സുഖിച്ചുണ്ടാകുക എന്നുള്ളതൊരിക്കലും ദുനിയാവിലൊരിക്കലും അങ്ങനെ ആ രീതിയിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ദുനിയാവിൻ്റെ രീതി തന്നെ ഒരിക്കൽ സന്തോഷം, പിന്നൊരിക്കൽ ദുഃഖം, പിന്നീടൊരിക്കൽ സന്തോഷം, പിന്നീടൊരിക്കൽ ദുഃഖം. എല്ലാ സമയത്ത് ഒരു സമയം പോലും ദുഃഖമില്ലാതെ എല്ലാ സമയത്തും എങ്ങനെ സന്തോഷിച്ചിരിക്കുന്നവരാളും ദുനിയാവിലുണ്ടാവുകയില്ല. ഈ സന്തോഷത്തിൻ്റെ അതിൻ്റെ ആ രുചി അറിയണമെങ്കിൽ തന്നെ അവന് ദുഃഖം ഉണ്ടായാലേ അത് സന്തോഷം എന്താണെന്ന് അറിയുകയുള്ളൂ. അതുകൊണ്ട് ദുനിയാവിൻ്റെ റൂട്ട് തന്നെ, ദുനിയാവിനെ അല്ലാഹു സൃഷ്ടിച്ച് തന്നെ ആ റൂട്ടിലാണ് ഒരിക്കൽ ഒരു സന്തോഷം, ഒരിക്കൽ ഒരു ദുഃഖം, ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ബലാ വരുമ്പലേക്ക് നമുക്ക് സബ്ർ ചെയ്യാനുള്ള ആ നല്ല ഈമാൻ നാം ഉണ്ടാക്കിയെടുക്കണം. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പലേക്ക്, എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൈവിട്ട് പിന്നെ നിസ്കാരവുമില്ല, പിന്നെ ഖുർആനോത്തുമില്ല, പിന്നെ ഒരു കാര്യവുമില്ല, നമ്മുടെ ജോലിയുമില്ല, ഒരു കാര്യം നാം ചിന്തിക്കലുമില്ല. ഇത് മാത്രം ചിന്തിച്ച് എവിടെയോ എത്തുകയാണ്. ഒരു വിഷമം വരുമ്പോഴേക്ക് അങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാകരുത്. സബറാണ് വളരെ സമയത്ത് ചിന്തിക്കണം, ഇതുവരെ സംരക്ഷിച്ചവൻ, ഇതുവരെ നിയന്ത്രിച്ചവൻ അല്ലാഹുവാണ്. ഇപ്പൊരിക്കൽ പരീക്ഷണം നൽകിയതാണ് അല്ലാഹു. ആ നൽകിയ നിഅമത്തിലൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി അതുകൊണ്ടൊന്ന് സബർ ചെയ്യണം. തീർച്ചയായും ഇതിന് പരിഹാരമുണ്ട് എന്ന് ചിന്തിച്ച് നാം വളരെ ഗൗരവത്തോടു കൂടെ നാം അങ്ങനെ സബർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ ബലാഇനും അല്ലാഹു പ്രതിഫലം നൽകും. അല്ലാഹു അതിന് പരിഹാരം തീർച്ചയായും നമുക്ക് ഉണ്ടാക്കിത്തരും. അതാണ് ഒരു വിജയി എപ്പോഴും ചിന്തിക്കേണ്ടത്. ഒരു ബലാ വരുമ്പലേക്ക്, ഒരു മുസീബത്ത് വരുമ്പലേക്ക് അവരെന്നും സബറുള്ളവനാകണം. മൂന്നാമതൊരു കാര്യം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇദാ അദ്നബ ഇസ്തഗ്ഫറ. ഒരു ദോഷം വരുമ്പലേക്ക്
ഇസ്തിഗ്ഫാർ ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകണം. പലപ്പോഴും നാം അത് ചിന്തിക്കുന്നില്ല. എത്രയോ ദോഷങ്ങൾ, എത്രയോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നാം അറിഞ്ഞ് തന്നെ നമുക്കറിയാം ഇത് തെറ്റാണെന്നോ, ഇത് ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു വലിയ വലിയ ശിക്ഷകളൊക്കെ ശിക്ഷിക്കുമെന്നറിയാം. പക്ഷേ അതിൻ്റെ ഒരു കാലം പോലും ദുഃഖിക്കലോ അതിൻ്റെ പേരിൽ ഖേദിക്കലോ ഒന്നും നാം ചെയ്യുന്നില്ല. അത് വേണമെങ്കിൽ റബ്ബ് പൊരുത്തപ്പെടട്ടെ എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുക. മനുഷ്യനാകുമ്പോൾ ചിലപ്പോഴൊക്കെ ചെറിയ ദോഷങ്ങൾ ഒക്കെ വന്ന് എന്ന് വരാം. അതേ അറിയാതെ തന്നെ അല്ലെങ്കിൽ അറിഞ്ഞ് തന്നെ അവൻ്റെ ശരീരത്തിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ അതേ തടീച്ചൊക്കെ വഴിപ്പെട്ട് ചില ദോഷങ്ങൾ വന്നു എന്ന് വരാം. ഈ ഗൗരവത്തോടു കൂടെ കാണാതെ അതൊക്കെ റബ്ബ് പൊരുത്തപ്പെടും, അവനിഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച് അതിൻ്റെ പേരിൽ ഒരു ഖേദവും അതിൻ്റെ പേരിൽ ഒരു തൗബവും ചെയ്യാതിരുന്നാൽ തീർച്ചയായും അത് വലിയ അപകടമായിരിക്കും. അതിൻ്റെ പേരിൽ നാം ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും. ഒരിക്കലും ഒരു മുഅ്മിന്റെ സ്വഭാവം അങ്ങനെ ആകാൻ പാടില്ല. എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ, എന്തെങ്കിലും ഒരു പാപം വന്നു പോയാൽ ആ സമയത്തൊക്കെ റബ്ബിനോട് ആ സമയത്ത് തന്നെ മനസ്സ് തിരിച്ച് അവൻ ഇസ്തിഗ്ഫാർ പറയാൻ, അവനിലേക്ക് മടങ്ങാൻ, അവനോട് തൗബ ചോദിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇതാണ് ഒരു മുഅ്മിനിന്റെ, ഒരു വിജയിയുടെ, അവനിക്ക് വിജയിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുന്നു. അതേ വളരെ പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ടവർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ 3 കാര്യം ഒരു ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിജയമുണ്ടാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ബറക്കത്തും സന്തോഷം തീർച്ചയായും നമുക്കുണ്ടാകും. അതേ അള്ളാഹു നിഅമത്ത് ചെയ്യുന്ന സമയത്ത് അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്ക് ശുക്റുള്ള ആ നല്ല മനസ്സുണ്ടാക്കിയെടുക്കുക. അവൻ്റെ ഭാഗത്തുണ്ടാകുന്ന ബലാ മുസീബത്തിനൊക്കെ സബറുണ്ടാവുക. ചെയ്ത ദോഷങ്ങൾക്ക് പൊരുത്തം അള്ളാഹുവിനോട് ചോദിക്കുക. ഇതാണ് ഒരു വിജയിയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.